ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 കടക്കാം. ഇത് നമ്മളെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ എഫ് ഓഫ് എക്സ് ആർ, ഇത് ശരിക്കും ഒരുപാട് നമ്മൾ ബുക്കിൽ ചെയ്ത അതേ ടൈപ്പ് തന്നെ, ഒരു മാറ്റമില്ല, ജസ്റ്റ് വാല്യൂ മാത്രം മാറ്റി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ടൈപ്പാണ്, മുമ്പ് ചോദിച്ച ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെ എന്താ എഫ് ഓഫ് എക്സ് ആർ, ഇവിടെ എഫ് ഓഫ് എക്സ് ആരാ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ എഫ് ഡാഷ് 1 പ്ലസ് 2x എഫ് ഡബിൾ ഡാഷ് 2 പ്ലസ് എഫ് ഡബിൾ ഡാഷ് എന്താണ്, എഫ് ട്രിപ്പിൾ ഡാഷ് എന്താണ് 3. ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അല്ലെ. അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞത് ആരെ കാണാനാ, എഫ് ഡാഷ് 5 ആണല്ലേ അല്ലെ, എഫ് ഡാഷ് 5 ആണ്. അവിടെ എഫ് ഡാഷ് 5 ആണെങ്കിൽ ആദ്യം എഫ് ഡാഷ് എക്സ് കാണണ്ടേ. അപ്പൊ എന്റെ ലക്ഷ്യം ആദ്യം എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് എഫ് ഡാഷ് എക്സ് അല്ലെ. ആ എഫ് ഡാഷ് എക്സ് കണ്ടിട്ട് എക്സിന് 5 കൊടുത്താൽ എഫ് ഡാഷ് 5 കിട്ടൂലേ അല്ലെ. സോ വി ഹാവ് ടു ഫൈൻഡ് എഫ് ഡാഷ് എക്സ്. എന്താ എഫ് ഡാഷ് എക്സ് വരാ, എന്താ എഫ് ഡാഷ് എക്സ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ആരാ 3x സ്ക്വയർ അല്ലെ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താ 2x അല്ലേ. അപ്പൊ 2x എഫ് ഡാഷ് 1 അല്ലെ. ഡെറിവേറ്റീവ് 2x എന്താ 2 അല്ലേ, 2 എഫ് ഡബിൾ ഡാഷ് 2 അല്ലെ. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡബിൾ ഡാഷ് 3 0 അല്ലേ വരിക, അത് എഴുതേണ്ട ആവശ്യമില്ല. ഇതാണ് എഫ് ഡാഷ് എക്സ് വരിക അല്ലെ. അവിടെ സാധാരണ ഒരു എഫ് ഡാഷ് എക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ കിട്ടിയാൽ മാത്രമേ എനിക്ക് എഫ് ഡാഷ് എന്താ പറ്റുള്ളൂ 5 കാണാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ എനിക്ക് ആരറിയില്ല, എഫ് ഡാഷ് 1 അറിയില്ല, എഫ് ഡബിൾ ഡാഷ് 2 അറിയില്ല അല്ലെ. അപ്പൊ എന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ, എനിക്ക് എഫ് ഡാഷ് 1 കാണണം, എഫ് ഡബിൾ ഡാഷ് എടാ ഇവിടെ എനിക്ക് ആരറിയില്ല, എഫ് ഡാഷ് 1 അറിയില്ല, എഫ് ഡബിൾ ഡാഷ് 2 അറിയില്ല അല്ലെ. അപ്പൊ അടുത്ത ലക്ഷ്യം എന്ത് കാണാനാ, ഞാൻ ഇതൊന്ന് ഇങ്ങോട്ട് മാറ്റണേ. അടുത്ത ലക്ഷ്യം എനിക്ക് എന്ത് കാണാനാണ്, അവിടെ എഫ് ഡാഷ് 1 എഫ് ഡബിൾ ഡാഷ് 2 കണ്ടാൽ മാത്രമല്ലേ എനിക്ക് എന്താ ഉള്ളൂ, എഫ് ഡാഷ് എക്സ് കിട്ടുള്ളൂ. ആ എഫ് ഡാഷ് എക്സ് കിട്ടിയാൽ എഫ് ഡാഷ് 5 കാണാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എഫ് ഡാഷ് 1 കാണാം, എഫ് ഡബിൾ ഡാഷ് 2 കാണാം. അതിന് വേണ്ടി ആദ്യം ഈ ഇക്വേഷൻ എക്സിന് 1 കൊടുത്തു, ഈ ഇക്വേഷനിൽ എക്സ് 1 കൊടുത്തു അല്ലെ. എക്സിന് 1 കൊടുത്താൽ ആ ഇക്വേഷൻ എന്തേ മാറും, നിങ്ങൾ പറ. എഫ് ഡാഷ് 1 എക്സിന് 1 എഫ് ഡാഷ് 1 ആവില്ലേ. 3 × 1 സ്ക്വയർ 3 പ്ലസ് 2 × എഫ് ഡാഷ് 1 പ്ലസ് 2 × എഫ് ഡബിൾ ഡാഷ് 2 ആവില്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ ഈ ടേം ഇങ്ങോട്ട് പോയെന്തായി, ഈ 3 വന്നാലോ, മൈനസ് 3 = 2 എഫ് ഡാഷ് 1 മൈനസ് എഫ് ഡാഷ് 1 എഫ് ഡാഷ് 1 ആവില്ലേ. എഫ് ഡാഷ് 1 പ്ലസ് 2 എഫ് ഡബിൾ ഡാഷ് 2 ആയി. ഇതൊരു ഇക്വേഷൻ ആണ്, ഇക്വേഷൻ നമ്പർ 1 ആയി കിടക്കട്ടെ അല്ലെ. അവിടെ ഇനി ഒരു ഇക്വേഷനും കിട്ടിയ പോരെ, കാരണം എന്താ, അവിടെ ഇവിടെ എഫ് ഡാഷ് 1 എഫ് ഡബിൾ ഡാഷ് 2 2 അണ്ണോണാ. ആ 2 അണ്ണോട് കാണുമെങ്കിൽ 2 ഇക്വേഷൻ മതി അല്ലെ. ഇവിടെ ഒരു ഇക്വേഷൻ ഉള്ളി കിട്ടി, ഇനി ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയ പോലെ. ആ ഇക്വേഷൻ ഉണ്ടാക്കി ഞാൻ ചെയ്യുന്ന കാര്യം ഇതിനെ ഒന്നുകൂടി ഡിഫറൻസ് ചെയ്തു. അപ്പൊ എന്തായി, എഫ് ഡാഷിനെ ഡിഫറൻസ് ചെയ്ത് എഫ് ഡബിൾ ഡാഷ് എക്സ് ആയില്ലേ അല്ലെ. ഡെറിവേറ്റീവ് 3x സ്ക്വയർ എന്താ 6x, ഡെറിവേറ്റീവ് 2x എന്താ 2 അല്ലേ, 2 എഫ് ഡാഷ് 1 അല്ലെ. ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് 2 0 അല്ലേ വരാ അല്ലെ. അപ്പൊ എഫ് ഡബിൾ ഡാഷ് എക്സ് ഈക്വൽ 6x പ്ലസ് 2 എഫ് ഡാഷ് 1 അല്ലെ. ഈ ഇക്വേഷനിൽ ഞാൻ എക്സിന് 2 കൊടുക്കാന്ന് വിചാരിക്കും. ഇവിടെ എക്സിന് 2 കൊടുത്ത് തരിക, എഫ് ഡബിൾ ഡാഷ് 2 ഈക്വൽ 6 × 2 12 ആവില്ലേ. 12 പ്ലസ് 2 × എഫ് ഡാഷ് 1 ഇതിൽ കിട്ടുന്നത് അല്ലെ. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം, ഈ എഫ് ഡബിൾ ഡാഷ് 2ന്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം അല്ലെ. അപ്പൊ എന്ത് വരിക, മൈനസ് 3 = എഫ് ഡാഷ് 1 മൈനസ് 3 = എഫ് ഡാഷ് 1 പ്ലസ് 2 × എഫ് ഡബിൾ ഡാഷ് 2 അല്ലേ. എന്താ എഫ് ഡബിൾ ഡാഷ് 2 ഇതായാലും വരിക, എന്താ 12 പ്ലസ് 2 × എഫ് ഡാഷ് 1. അപ്പൊ എന്താ വരിക, മൈനസ് 3 = എഫ് ഡാഷ് 1 പ്ലസ് 2 × 12 എന്താ 24 പ്ലസ് 2 × 2 എന്താ 4 എഫ് ഡാഷ് 1 അല്ലേ അല്ലെ. ഈ ടേം ഇങ്ങോട്ട് പോയാലേ മൈനസ് 3 മൈനസ് 24 മൈനസ് 27 ആവില്ലേ. എഫ് ഡാഷ് 1 പ്ലസ് 4 എഫ് ഡാഷ് 1 5 എഫ് ഡാഷ് 1 അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ എഫ് ഡാഷ് 1 എന്ത് കിട്ടി, what is f dash 1 minus 27/5 അല്ലെ. ഇനി ആ എഫ് ഡാഷ് 1 ഇതിലേക്ക് കൊടുത്താൽ നമുക്ക് എഫ് ഡബിൾ ഡാഷ് 2 കിട്ടൂലേ അല്ലെ. എന്താ എഫ് ഡബിൾ ഡാഷ് 2, എഫ് ഡബിൾ ഡാഷ് 2 ഈക്വൽ ടു 12 പ്ലസ് 2 × എഫ് ഡാഷ് 1 എഫ് ഡാഷ് 1 മൈനസ് 27/5 അല്ലേ അല്ലെ. അപ്പൊ എന്താ 12 2 × മൈനസ് 27 മൈനസ് 54 അല്ലേ ബൈ 5. ഇത് ക്രോസ് ചെയ്ത 5 × 12 60 അല്ലേ. 60 മൈനസ് 54/5 എത്രയാ 6/5. അപ്പൊ എഫ് ഡബിൾ ഡാഷ് 2 കിട്ടി അല്ലെ. എഫ് ഡാഷ് 1 ഓൺലി കിട്ടി, എഫ് ഡബിൾ ഡാഷ് 2 കിട്ടി. അങ്ങനെയെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്തേ മാറും, വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ് മക്കളെ. ഇതല്ലേ എന്റെ എഫ് ഡാഷ് എക്സ് അല്ലെ. അതെന്താ 3x സ്ക്വയർ പ്ലസ് 2x എഫ് ഡാഷ് 1 2x എഫ് ഡാഷ് 1 2x × എഫ് ഡാഷ് 1 ആരെ എഫ് ഡാഷ് 1 മൈനസ് 27/5 പ്ലസ് 2 എഫ് ഡബിൾ ഡാഷ് 2 2 × എഫ് ഡബിൾ ഡാഷ് 2 ആരാ എഫ് ഡബിൾ ഡാഷ് 2 6/5 അല്ലേ.
അല്ലെ? ഇതൊന്ന് ഓപ്പൺ ആക്കി ഇത് സോൾവ് ചെയ്യുന്ന കിട്ടുക എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 3x². അവിടെ 2 × -27 -54 അല്ലേ? -54/5 എക്സ്. 2 × 6 12 അല്ലേ? 12/5. ഇതാണ് എഫ് ഡാഷ് എക്സ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് എക്സ് കിട്ടി അല്ലെ? അവിടെ ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞ ആര്യാ എഫ് ഡാഷ് 5 അല്ലേ? അല്ലെ? എഫ് ഡാഷ് 5 കിട്ടണേ എക്സിന് 5 കൊടുത്താൽ പോരെ? അവിടെ എഫ് ഡാഷ് 5 കിട്ടാനേ എക്സിന് 5 കൊടുത്താൽ മതി. അപ്പൊ എന്താ 3 × x² 5² അല്ലേ? അല്ലെ? -54/5 × x എന്താ 5 + 12/5 അല്ലേ? അല്ലെ? ഇതെന്താ 5 5 കട്ട് ചെയ്തു. അവിടെ 5² 25 അല്ലേ? 25 × 3 75 അല്ലേ? 75 - 54 + 12/5. 75 - 54 എന്ന് പറഞ്ഞാൽ 21 അല്ലേ? 21 + 12/5 ക്രോസ് ചെയ്താൽ 5 × 21 105 + 12/5 എത്രയാ? 117/5 അല്ലേ? 117/5 ഓപ്ഷൻ 4 അല്ലേ വരിക? അല്ലെ? നല്ല ക്വസ്റ്റ്യൻ ആണ്. അഗൈൻ കുറച്ച് കാൽക്കുലേഷൻ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓൾറെഡി എക്സാമിന് ചോദിച്ച അതേ ടൈപ്പ് തന്നെയാണ്.